can the Dutch finally win their first ever World Cup? Now we are discussing about Group F, consisting of Netherlands, Sweden, Tunisia, and Japan. We are starting with the favorites, Netherlands. Almost എല്ലാ വേൾഡ് കപ്പിലും they have their authority in the World Cup they played. Almost എല്ലാ വേൾഡ് കപ്പിലും സാന്നിധ്യം ഉണ്ട്. പിന്നെ 3 times final എത്തിയതാണ്. They have not yet won a World Cup. And this time around they are coming with a very good team under a great manager, Ronald Koeman. And the team നോക്കുകയാണെന്നുണ്ടെങ്കിൽ I think you have to talk about their defense. It's packed with quality players. Everywhere is quality, especially center back. Center back നോക്കുമ്പോൾ Van Dijk still is playing very well. Mickey Van de Ven, അതുപോലെ തന്നെ Ake, Dumfries. But what they are lacking for me is that വാൻ പേഴ്സിയും നിസ്റ്റൽ റോയും കളിച്ചിരുന്ന അല്ലെങ്കിൽ ഡെർക്ക് വൈറ്റ് കളിച്ചിരുന്ന ഒരു ടീമിൽ ഇപ്പോഴും ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ ഇല്ല. And their creative midfielders, like Xavi Simons recently got injured also, so he's out of the World Cup. So in terms of their creativity or the goal scoring, that is one key area where like Netherlands struggle ചെയ്യാൻ പോകുന്നത്. വീക്ക്നെസ് അവിടെയാണ് അവർ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡിഫൻസീവിലും ബാക്കി സ്ട്രക്ചറൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ അവര് ബെറ്റർ ആണ്. ബട്ട് ആ ഒരു ബ്രയൻ ബ്രോബി എന്ന് പറഞ്ഞൊരു സ്ട്രൈക്കർ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റീസ് ഓഫ് the certain names like Nistelrooy and Van Persie. The next team is the Asian Giants, Japan. ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഷോക്ക് ചെയ്തൊരു ടീമായിരുന്നു. ഗ്രൂപ്പ് ഓഫ് ഡെത്തിൽ വന്നിട്ട് ആ ഗ്രൂപ്പിലെ ഫേവറേറ്റ്സ് ആയ സ്പെയിനെയും ജർമ്മനിയെയും തോൽപ്പിച്ച് ആ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ടാണ് അവർ നെക്സ്റ്റ് റൗണ്ടിലോട്ട് ക്വാളിഫൈ ചെയ്തത്. ഇത്തവണയും അവര് വേൾഡ് കപ്പ് ഓൾറെഡി സ്കോഡ് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബട്ട് ഇറ്റ്സ് എ സാഡ് ന്യൂസ്. അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയ മിറ്റോമ അൺഫോർച്ചുനേറ്റ്ലി ഇൻജുർഡ് ആൻഡ് ഔട്ട് ഓഫ് ദ വേൾഡ് കപ്പ്. ആൻഡ് ബാക്കി സ്കോഡ് നോക്കുമ്പോൾ ദർ ആർ സം ക്വാളിറ്റീസ് ഇൻ ദ സ്കോഡ്. നമ്മൾ സൗത്ത് കൊറിയ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. പാസിംഗ് പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആണ്. Fast game, very intense game. And one name I have to mention is Yuto Nagatomo, 39 years old, is going to play his 5th World Cup. പുള്ളിക്കാരന്റെ ഒരു വീഡിയോ അനൗൺസ് അറിയുന്ന ഒരു വീഡിയോ. കാരണം അത്രയും കാലമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആള് 2010 ഇന്റർ മിലാനിലോട്ട് പുള്ളി ട്രാൻസ്ഫർ ആവാൻ മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ ഫേവറേറ്റ് ക്ലബിൽ കളിക്കുന്നത്. വിങ് ബാക്കിൽ അത്രയും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം മിറ്റോമ അല്ലെങ്കിൽ കൂബോ ഉണ്ട് അവർക്ക്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാല് കറന്റ്ലി നെതർലൻഡ്സിലെ റെഡ്യൂസ് ടോപ്പ് സ്കോറായ അയാസെ ഉയേഡ എന്ന് പറഞ്ഞ പ്ലെയറാണ്. പ്ലെയറാണ്. അവരുടെ ടോപ്പ് സ്കോറാണ്. 25 ഗോൾസ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. സോ ഇത്തവണ ജപ്പാൻ വരുമ്പോൾ ദേ ഹാവ് എ ക്ലിനിക്കൽ സ്ട്രൈക്കർ ഓൾസോ ഇൻ ദ ടീം. The next team is Sweden. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരു കളി പോലും ജയിക്കാതെ ക്വാളിഫൈ ചെയ്ത വൺ ഓഫ് ദ ടീംസ് ആണ്. സോ they never they didn't win any of their games in the qualifier. നാഷൻസ് ലീഗിലെ പെർഫോമൻസ് ബേസ്ഡ് ആയിരുന്നു അവര് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ. And then they qualified through the playoff. And when we talk about Sweden, like we have to talk about Graham Potter. Like he's the coach, and now he's the one who is in charge of the team. And he like if you talk about him as a coach, I think we can see a good brand of football under him. But and again, one more thing is if you look at Sweden, they always had strikers, so they always bunch of strikers. Same category ഇപ്പോഴും കണ്ടിന്യൂ ആയി വരുന്നു. And then now they have Gyökeres and Isak. Even though Isak had a very bad season with injuries and all, qualities there. Qualities there. So hopefully when he comes to the national team, I think with him and Gyökeres alone can make that difference for Sweden. And we look to see like how Sweden is going to perform. 2 players to watch out from Sweden we feel is one is Ayari, who is playing for Brighton. He's a midfielder and he's someone we feel is going to have a big impact for Sweden. And one more player is from Braga, the center back Gustav Lagerbielke. And he recently scored in the playoff also. So these players ആണ് ഈ 2 players ആണ് നമുക്ക് തോന്നുന്നത് apart from the certain names gonna have a impact or breakout in the World Cup. The last team from this group is Tunisia. ലാസ്റ്റ് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ വേൾഡ് കപ്പിന് അവർ ക്വാളിഫൈ ആയിട്ടുണ്ട്. അത്ര വലിയ സ്കോഡോ അല്ലെങ്കിൽ സോർട്ട് ഔട്ട് നെയിംസോ ടീമിലില്ല. വൺ പ്ലെയർ ഈസ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഹനിബൽ മെജ്ബരി ഉണ്ട്. Playing for Burnley. One player I think we gonna watch out for is like he's currently is in PSG, on loan from a Tunisian club. His name is Ayari. Khalil Ayari.
PSG ടുണീഷ്യൻ ലീഗിൽ പോയിട്ട് അവിടെ പോയി സ്കൗട്ട് ചെയ്ത് PSG കൊടുക്കുന്ന പ്ലെയറാണ്. ഇതുവരെ ഡെബ്യൂ ചെയ്തിട്ടില്ല, ബട്ട് ആസ് എ പാർട്ട് ഓഫ് PSG ഇപ്പോൾ ഉണ്ട്. അവിടെ സ്കൗട്ട് ചെയ്ത് പോയി ആ പ്ലെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് സം ക്വാളിറ്റീസ്. സോ ഈ വേൾഡ് കപ്പിൽ ആയിരിക്കും കൂടുതലും അയാരിയുടെ പെർഫോമൻസ് നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുക. And watch out for that player. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സ് ടോപ്പ് ചെയ്യും ഗ്രൂപ്പ്. നെതർലാൻഡ്സിന്റെ താഴെ ജപ്പാൻ ആൻഡ് സ്വീഡൻ ആൻഡ് ടുണീഷ്യ. But I have a different opinion. I think it's going to be Japan topping the group and Netherlands being second, and then Sweden finishing third, and then Tunisia.